അവിടെ രാജേഷ് ബ്രദർ വളരെ രസകരമായിട്ട് ഒരു വാദം മുന്നോട്ട് വെച്ചു. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്യാൻ കുഞ്ഞുങ്ങൾ പോയോ എന്ന് ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. പഴയ നിയമം വായിക്കുമ്പോ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോ ആ യുദ്ധങ്ങൾ കുഞ്ഞുങ്ങളെ ബാധിച്ചിരുന്നു. ആ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ യഹോവ കൽപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അതൊന്നും ഇപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ലെങ്കിലും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൺകുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. അന്ന് പരിച്ഛേദനയും ആൺകുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോ കുഞ്ഞുങ്ങളെ യുദ്ധം ബാധിച്ചിരുന്നു. അല്ല, കുഞ്ഞുങ്ങളെ ബാധിക്കാതെ ഒരു യുദ്ധമൊന്നും പഴയ നിയമത്തിൽ നടത്തിയിരുന്നില്ല. സ്റ്റേജ് കെട്ടി മുതിർന്ന പൗരന്മാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടാകുസ്തി പിടിച്ചല്ല യുദ്ധം നടത്തിയിരുന്നത്. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദേ വർ ഓൾസോ ഇൻക്ലൂഡഡ്. അതുകൊണ്ട് ഇനിയേലും ആ തെറ്റിദ്ധാരണ മാറ്റുക. ഇതേ വാദം വർഷങ്ങളായിട്ട് പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവര് അപ്പോസ്തലിക സഭകളിലുള്ളവരോട് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് ഇനി ആരും അത് ആവർത്തിക്കരുത്. കാരണം ബൈബിളിൽ തന്നെ കുഞ്ഞുങ്ങളെ യുദ്ധം ബാധിക്കുമായിരുന്നെന്ന് രേഖയുള്ളപ്പോ അതൊരു പരമ അബദ്ധമാണ് എന്ന് മാത്രമാണ് എനിക്ക് ആ ഭാഗത്ത് ഓർപ്പിക്കാനുള്ളത്. പിന്നെ രാജേഷ് ബ്രദർ വളരെ വീക്കായിട്ട് ഈ വിശ്വാസത്തെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. വളരെ കൃത്യമായിട്ട് നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവെഴുത്തുകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ. അപ്പൊ അത് ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, അല്ലാതെ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് കൊണ്ടല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ യാഥാർത്ഥ്യം അത് നമുക്ക് കൃപാപരമായിട്ട് നൽകപ്പെടുകയാണ്, പ്രസാദപരമായിട്ട് നൽകപ്പെടുകയാണ്. അതിനെ സ്വീകരിക്കുക മാത്രമാണ് മാമോദിസയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പൗലോസ് ചോദിക്കുന്നുണ്ട് റോമാലേഖനത്തിൽ, കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറാൻ ആർക്കെങ്കിലും പറ്റുമോ? അവനെ താഴേന്ന് മുകളിലോട്ട് കയറ്റാൻ പറ്റുമോ? ഈ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് ആ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് വന്നിട്ടുള്ള ആ രക്ഷയെ എൻജോയ് ചെയ്യുകയാണ്, അതിനെ റിസീവ് ചെയ്യുകയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഗലാത്യ ലേഖനം 2:16 നമ്മള് അത് വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 2:16 ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പൊ അവിടെ രണ്ട് കാര്യമാണ് കൊണ്ടുവരുന്നത്. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ, വർക്ക്സ് ഓഫ് ദ ലോ വേഴ്സസ് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വർക്ക്സ് ഓഫ് ദ ലോ ആൻഡ് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അല്ല ഫെയ്ത്ത് ഓഫ് ബിലീവേഴ്സ് അല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ വേഴ്സസ് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ഈ കേൾക്കുന്ന എല്ലാവർക്കും ഗലാത്യ ലേഖനം 2-ാം അധ്യായം എടുക്കാം, 16-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്, ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിക്കുന്ന വലിയ തെറ്റിദ്ധാരണയാണ്. ഇവാഞ്ചലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിഞ്ഞ നാളുകളിൽ ആളുകളെ വഞ്ചിച്ചതാണ് ഇത് പറഞ്ഞ്. നിങ്ങൾ വിശ്വസിക്കൂ. അങ്ങനല്ല. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾക്ക് ഘടകവിരുദ്ധമായി നിൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ വിശ്വാസമാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല, ആ പ്രവർത്തികൾ അനുസരിക്കുന്നതിനാലല്ല ഞാൻ നീതീകരിക്കപ്പെടുന്നത്, യേശുക്രിസ്തു വിശ്വസിച്ചതിനാലാണ്. ഹീസ് ദ ഓഥർ ഓഫ് സാൽവേഷൻ, ഹീസ് ദ ഓഥർ ഓഫ് ലൈഫ്, ഹീസ് ദ ഓഥർ ഓഫ് ഫെയ്ത്ത്, ഹീസ് ദ ഫിനിഷർ, ഹീസ് ദ പെർഫെക്റ്റർ. വൺ ഹു സ്റ്റാർട്ടഡ് ഗുഡ് വർക്ക്സ് ഇൻ മീ, ഹീ വിൽ ഫിനിഷ് ഇറ്റ്, ഹീ വിൽ പെർഫെക്റ്റ് ഇറ്റ് എന്നാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗലാത്യ ലേഖനം 2:16 നമ്മൾ വായിക്കുമ്പോ വർക്ക്സ് ഓഫ് ദ ലോ വേഴ്സസ് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ, അതിനാൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തികളാലല്ല. ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് നാം ക്രിസ്തുയേശുവിൽ ആശ്രയിച്ചു. ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ടതിന് നാം ക്രിസ്തുവിൽ ആശ്രയിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന്റെ വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത്. അപ്പൊ ആ ജസ്റ്റിഫിക്കേഷൻ, ക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ഉളവായ ജസ്റ്റിഫിക്കേഷൻ നമ്മളിലേക്ക് പ്രവഹിക്കുകയാണ്. എങ്ങനെയാണത്?
ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് അഹറോന്റെ തലയിൽ നിന്ന് തന്റെ താടി വഴി ഒഴുകുന്ന അഭിഷേക തൈലം വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ ആകുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വരുന്ന നീതീകരണം അടിമുടി, ആ നീതീകരണം വർഷിക്കപ്പെടുന്നു. അതിനകത്ത് കുഞ്ഞുങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, കുഞ്ഞുങ്ങൾ അതിനകത്ത് എക്സ്ക്ലൂഡഡ് ആകുന്നു എന്നുള്ളതിന് ഒരു തെളിവും ബൈബിളിലില്ല. അതിനകത്ത് നിന്ന് ഒരു തെളിവ് പോലും കൊണ്ടുവരുവാൻ ബഹുമാന്യനായ എതിർ സംവാദകന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അടുത്ത 10 മിനിറ്റ് സെഷനിലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഈ ബാപ്റ്റിസം കൊടുക്കാൻ പാടില്ല എന്നുള്ളതിന് ഒരു തെളിവെങ്കിലും അദ്ദേഹം കൊണ്ടുവരേണ്ടതാണ്. കാരണം യു ആർ ദ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചേ. പക്ഷെ അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാർ, യു ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ആകയാൽ നിങ്ങൾ ഇനി, എഫേസ്യർ 2:19, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ, ഫെലോ സിറ്റിസൺസ് വിത്ത് ദ സെയിൻസ് ആൻഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ഇവിടെ ആരോ ഒരാള് കമന്റിനകത്ത്, നമ്മുടെ ചിറമേൽ ബ്രദറാണ് എഴുതിയെന്ന് പറഞ്ഞു, വോട്ടവകാശം കിട്ടുന്നതിനെ കുറിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബാലിശമായ ചിന്തയാണത്. കാരണം പൗരത്വവും വോട്ടവകാശവും വ്യത്യസ്തമാണ്. ഒരാൾക്ക് പൗരത്വം കിട്ടുന്നത് ജനിക്കുമ്പോഴേ പൗരത്വം കിട്ടുകയാണ്. വോട്ട് വേറൊരു കർമ്മമാണ്. അപ്പൊ വോട്ട് കിട്ടുമ്പോഴാണ് പൗരത്വം കിട്ടുന്നതെന്ന്, വോട്ടവകാശം ആകുമ്പോഴേ പൗരനാകുള്ളൂ എന്നുള്ള മൂഢ ചിന്താഗതിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ അവൻ പൗരനാണ്. അതുകൊണ്ടാണ് അവന് പാസ്പോർട്ടൊക്കെ കിട്ടും, കൊച്ചു പിള്ളേർക്കും പാസ്പോർട്ട് കിട്ടും. പഴയ കാലത്ത് നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, കൊച്ചു കുഞ്ഞുങ്ങളുടെയും പേര് റേഷൻ കാർഡിൽ ചേർക്കും. കൊച്ചു കുഞ്ഞുങ്ങളും പൗരന്മാരാണ്. ശിശുക്കൾക്ക് പൗരത്വമുണ്ട്. അപ്പൊ തുല്യമായ പൗരത്വ അവകാശങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. ആ കാര്യത്തെ പറ്റി ബോധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ ആരല്ല, നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, യു ആർ ദ ഫെലോ സിറ്റിസൺസ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. ഈ പൗരത്വം കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അല്ലാതെ പൗരത്വം കിട്ടാൻ ഒരു പ്രായമാകേണ്ട ആവശ്യമില്ല. അവിടെ ജനിച്ചിരിക്കുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചൊരു വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 7:14. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ വിശ്വാസിയാണെങ്കിൽ അവരുടെ മക്കൾ വിശുദ്ധരാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെ രാജേഷ് ബ്രദർ അഡ്രസ് ചെയ്ത് കണ്ടില്ല. ആ ഒരു ഒറ്റ ന്യായം മാത്രം മതി, മറ്റൊരു ന്യായത്തിന്റെ ആവശ്യമില്ല. ആ ന്യായത്താൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുത്തേ മതിയാകൂ, കുഞ്ഞുങ്ങൾ ഈ ഹോളി സാക്രമെന്റ്സിൽ പങ്കാളികളായേ മതിയാകൂ. കാരണം ഈ ഭവനത്തിനകത്ത് വേർതിരിവ് പാടില്ല. അതിനകത്ത് ദുഃഖകരമായ ഒരു പ്രവാചകൻ പറയുന്നുണ്ട്, യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ, അവർ അപ്പം നുറുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കൈ നീട്ടുന്നു, ആരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. വളരെ ദയനീയമായ ഒരു സ്ഥിതി. അത് എനിക്ക് മനസ്സിലാകുന്നത്, ഇന്നത്തെ ഇവാഞ്ചലിക്കൽ സഭകൾക്കുള്ളിൽ അവർ അപ്പം നുറുക്കൽ നടത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. നോബഡി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. വളരെ ദയനീയമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ ദയനീയമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പം നുറുക്കിയിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ കുഞ്ഞുങ്ങളെ മറ്റൊരു 2-ാം തരം പൗരന്മാരാക്കി വെക്കുന്ന അങ്ങനെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് എന്നൊരു 2 ടയർ സിറ്റിസൺഷിപ്പ് ഒന്നുമില്ല. വി ഓൾ ആർ ഫെലോ സിറ്റിസൺസ് ഓഫ് സെയിൻസ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സ്റ്റാറ്റസ് ഓൾ ഇൻക്ലൂസീവ് ആണ്. അത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭയുടെ ആമുഖ പ്രസംഗത്തിൽ അന്നത്തെ പത്രോസ്, പ്രധാനപ്പെട്ട അപ്പോസ്തലനായിരുന്ന പത്രോസിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയുള്ളതാണ്, അല്ലാതെ പ്രായപൂർത്തിയായവർക്ക് മാത്രമായിട്ടുള്ള ഒരു വാഗ്ദത്തം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ വീണ്ടും പറയുന്നു, ടെക്നോസ് എന്നാണ് പറഞ്ഞത്. പത്രോസിലെ ആ പ്രസംഗത്തിൽ ഹ്യൂയോസ് എന്ന് ഗ്രീക്ക് പദമായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ പ്രായപൂർത്തിയായ അവകാശബോധമുള്ള മക്കൾ എന്നാണ്. പക്ഷെ ടെക്നോസ് എന്ന് പറഞ്ഞാൽ ശിശുക്കൾ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഗ്രീക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ടെക്നോസ് എന്ന പദമാണ് ശിശുക്കൾക്ക്. അപ്പം വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ ശിശുക്കൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണ് എന്ന് വളരെ വ്യക്തമാണ്.